തിരുവനന്തപുരത്ത് സെൻറ്റ് ജോസഫ്സ് കത്തീഡ്രൽ ചർച്ചിന് മുന്നിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്. ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂറും NDAയുടെ സ്ഥാനാർത്ഥി ശ്രീ രാജീവ് ചന്ദ്രശേഖറും എത്തുന്നുണ്ട്. അതിനുവേണ്ടി കാത്തു നിൽക്കുകയാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ ഇവിടെ ഒരു സംഘം, ഒരു ഗ്രൂപ്പുണ്ട്, ലേഡീസും ജെൻസും ഒക്കെ ഉള്ളൊരു ഗ്രൂപ്പാണ്. അപ്പോൾ തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഇവരുടെ അഭിപ്രായങ്ങൾ, ഇവരുടെ പ്രതീക്ഷകൾ, അതാണ് ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. എങ്ങനെയാണ് സാറിൻ്റെ പ്രതീക്ഷ? എന്താണ്? വലിയ പ്രതീക്ഷയാണ്. കാരണം അദ്ദേഹത്തെ പോലൊരു മനുഷ്യൻ എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ളൊരു സ്വഭാവക്കാരനാണ്. ഞങ്ങൾ അതുമായിട്ട് പരിചയപ്പെട്ട നാൾ മുതൽ നല്ല പരിചയം അങ്ങനെയാണ്. അദ്ദേഹം ഒരു കാര്യം ഏറ്റെടുത്താൽ പൂർത്തീകരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അദ്ദേഹം പറഞ്ഞ് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതേ ഞാൻ പറയാറുള്ളൂ, പറയുന്നത് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അതാണ് ഞങ്ങൾക്കൊരു വിശ്വാസം. പിന്നെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഫീൽഡിലായാലും അദ്ദേഹം വളരെയധികം ശോഭിച്ചിട്ടുള്ള ആളാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്ക് വന്നപ്പോഴും 2G സ്പെക്ട്രം പോലെയുള്ള അഴിമതിക്കെതിരെ ശക്തമായിട്ട് നിന്നിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിനെ കുറിച്ച് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താനായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ അവർ ഇങ്ങോട്ട് അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞു തരികയാണ്. അപ്പോൾ അങ്ങനെ ഒരു നമ്മൾ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ലാത്തൊരു വ്യക്തിത്വമാണ്. വളരെ ഡൗൺ ടു എർത്ത് എന്ന് പറഞ്ഞ പോലെ ഏറ്റവും താഴേക്കിടയിൽ എവിടെ ചെന്നാലും ഏത് തരത്തിലുള്ള ആൾക്കാരായാലും അവരെ കൂടെ വളരെ സ്നേഹമായിട്ട് സൗഹാർദ്ദമായിട്ട് പെരുമാറുന്ന നമ്മളെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരൊക്കെ കണ്ടുപിടിക്കണം. നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ കണ്ടുപിടിക്കണം അദ്ദേഹത്തിൻ്റെ ആ ഒരു കേന്ദ്ര മലയാളിത്യം. അതെ. അപ്പോൾ ഇനിയും അതുപോലെ എല്ലാവരോടുള്ള പെരുമാറ്റം വളരെ സൗഹൃദപരമായിട്ടാണ്. നമ്മളൊരു ജ്യേഷ്ഠ സഹോദരനെ പോലെയുള്ള പെരുമാറ്റമാണ്. ഇപ്പോൾ എന്തായാലും സ്ത്രീജനങ്ങളോട് ചോദിക്കാം, എന്തുകൊണ്ട് തിരുവനന്തപുരത്തിന് രാജീവ് ചന്ദ്രശേഖർ? ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളതെല്ലാം നമ്മൾ ജയിപ്പിച്ച് വിട്ടിട്ടുള്ള സമയത്തെല്ലാം നമുക്ക് പിന്നെ ആളെ കാണാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ കാണുന്ന സമയത്തൊക്കെ നമ്മൾ ഈ പറയുന്നതേ ചെയ്യൂ, ചെയ്യുന്നതേ പറയൂ എന്ന് പറയുന്ന ചില കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അതിന് ഉദാഹരണം സ്കൂളിലെ ലാബുകൾ, അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ മുന്നേറ്റം വരുന്ന സമയത്ത് പിന്നെ നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടി വനിതകൾക്ക് തരുന്ന ഏറ്റവും കൂടുതൽ ഒരു സപ്പോർട്ടുണ്ടല്ലോ, ആ സപ്പോർട്ട് നമ്മൾ വളരെയധികം എൻജോയ് ചെയ്യുന്നതുകൊണ്ട് അതിന് നമുക്ക് വളരാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു സപ്പോർട്ടാണ് നമ്മൾ രാജീവ് ചന്ദ്രശേഖർജിയിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് മുന്നോട്ടും ആ ഒരു ശക്തി നമുക്ക് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്തായിരുന്നാലും നമ്മുടെ മോദിജിയുടെ എല്ലാ ഒരു കാഴ്ചപ്പാടും നമ്മൾക്ക് വന്നു ചേരാനായിട്ട് ഇത്തരത്തിലുള്ള വ്യക്തികളെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നമ്മൾ കൂടെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇനിയുള്ള ഒരിത്. ഞങ്ങൾ അതിനു വേണ്ടി അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ ഒരു വിജയ പ്രതീക്ഷയോടുകൂടി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീ പ്രവർത്തകർ എന്നുള്ള രീതിയിൽ രാജീവ് ചന്ദ്രശേഖറിനെ വിജയിപ്പിക്കാൻ തിരുവനന്തപുരത്ത് നിങ്ങളെടുക്കുന്ന ഇൻവോൾവ്മെൻറ്റ് എന്തൊക്കെയാണ്? ഞങ്ങൾ ബൂത്തിൽ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ പോസ്റ്റർ ഒട്ടിക്കാൻ രാത്രിയെങ്കിൽ രാത്രി, രാവിലെയെങ്കിൽ രാവിലെ ഞങ്ങൾ പോയി ചെയ്യാറുണ്ട്. അതുപോലെ ഒരു ദിവസം തന്നെ 300 വീടുകളാണ് ഞങ്ങൾ കവർ ചെയ്ത് നോട്ടീസും എല്ലാം വിതരണം ചെയ്യുന്നത്. ഉറപ്പായിട്ടും അദ്ദേഹത്തിനെ ജയിപ്പിച്ച് തന്നെ ഞങ്ങൾ തിരുവനന്തപുരത്തിൻ്റെ ഉറപ്പായിട്ടും. ഇപ്പോൾ സ്ത്രീകളെടുത്ത് വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ്സ്, ഇപ്പോൾ ഇവരൊക്കെ പറഞ്ഞു സ്കൂളുകളിലെ കാര്യം പറയുന്നുണ്ട്, അദ്ദേഹം പറഞ്ഞു എന്ത് പറഞ്ഞാലും അത് ആ രീതിയിൽ ഏറ്റെടുത്ത് ചെയ്യുന്ന ആളെന്ന് പറയുന്നുണ്ട്. പക്ഷെ മാഡം പോയി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു വീട്ടിൽ, ഇപ്പോൾ നിങ്ങൾ വീടുകളിൽ പോകുന്നുണ്ടല്ലോ, വീടുകളിൽ പറയുകയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തിയെ പ്രൊമോട്ട് ചെയ്യാൻ താങ്കൾ എന്തായിരിക്കും ഉപയോഗിക്കുക? ഇപ്പോഴത്തെ നിസ്സാരം നമ്മുടെ പൊഴിയൂരിൻ്റെ സംഭവം അവിടെ ഉള്ളത്, ഇപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ 2-3 കാര്യങ്ങൾ ഇപ്പോൾ അദ്ദേഹം തന്നെ ചെയ്തു. PSC എടുത്ത് കുട്ടികളുടെ അതിന് വേണ്ടിയുള്ളത് ചർച്ച ചെയ്തു, അതെല്ലാം ഒരു തീരുമാനം ആക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴേ ആൾക്കാർക്ക് ഭയങ്കര ഇതാണ് നമ്മളോട്. ഇപ്പം നമുക്ക് അങ്ങോട്ട് ചെന്ന് വലുതായിട്ട് ഒന്നും പറയേണ്ട ആവശ്യമില്ല. BJP വരണം, ഒന്ന് മാറി ചിന്തിക്കുകയാണ് അവർ. ഇപ്രാവശ്യത്തേക്ക് അവർ മാറി ചിന്തിക്കുകയാണെന്ന് പറഞ്ഞാണ് അവർ പറയുന്നത്. നമുക്ക് പക്ഷേ സത്യം പറഞ്ഞാൽ ഇപ്പം നോട്ടീസ് കൊണ്ട് കൊടുക്കുകയോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒന്നും അങ്ങോട്ട് പറയണ്ട. ആ രീതിയിലാണ് അവർ നമുക്ക് ഭയങ്കര സപ്പോർട്ടായിട്ടാണ് സംസാരിക്കുന്നത്. എന്നുവെച്ചാൽ ഇന്നലെ തന്നെ ഞാൻ ബൂത്തിൽ ജസ്റ്റ് കുറച്ച് നേരം ഇറങ്ങിയതേ ഉള്ളൂ. ഭയങ്കര സപ്പോർട്ടാണ്. അത് കാണുമ്പോഴും നമുക്കും ഭയങ്കര ഒരിതാണ്, എന്നുവെച്ചാൽ സന്തോഷമാണ്. അതെ, മുന്നോട്ട് പോകണം, പിന്നെ ആ ഒരിതാണ് സന്തോഷം. അതുപോലെ തന്നെ പറഞ്ഞതുപോലെ നമുക്ക് പോസ്റ്റർ ഒട്ടിക്കാനും ഞങ്ങളും ഇറങ്ങി, മഹിളാ മോർച്ചയുടെ ഒരു ടീം തന്നെ ഞങ്ങൾ ഇറങ്ങി. പക്ഷേ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ ആരും ഇങ്ങനെ ഇറങ്ങി അങ്ങനെ ലേഡീസ് ഒട്ടിക്കുന്നത്. അത് ഞങ്ങൾ എല്ലാവരും കൂടെ കൂട്ടത്തോട് തന്നെ പോയി ഓരോ ഏരിയയിലും പോസ്റ്റർ ഒട്ടിക്കാനും ബ്രൗഷർ കൊടുക്കാനും എല്ലാത്തിനും ഞങ്ങൾ പോയി. അത് ഭയങ്കര സന്തോഷം. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പിന്നെയും അത്രയും ഒരു നല്ലൊരു ചെയ്യാൻ തോന്നുന്നു ഈ പ്രാവശ്യം. എന്ന് വെച്ചാൽ എല്ലാവരും ജയിക്കും എന്നുള്ള ആ ഒരു ഇതാണ് പറയുന്നത്.
അത് കാണുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ്. എന്തായാലും ഇവർ പറഞ്ഞതുപോലെ തന്നെ ഇതുവരെ തിരുവനന്തപുരത്ത് സ്ത്രീ സാന്നിധ്യം ഇത്തരം സമയങ്ങളിൽ കണ്ടിട്ടില്ല. ഉണ്ട് പ്രവർത്തകർ അല്ലെങ്കിൽ അത്രത്തോളം ശക്തമായ പ്രവർത്തനം നടത്തുന്നവർ. ഇത് സാധാരണക്കാരായ കുടുംബത്തിലുള്ള സ്ത്രീകൾ വരെ ഇറങ്ങി രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അവർക്ക് വേണ്ടത് രാജ്യം ഭരിക്കുന്ന കരുത്തനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം നിൽക്കുന്ന ശക്തനായ ഒരു കേന്ദ്രമന്ത്രിയെയാണ്. അല്ലാതെ പ്രതിപക്ഷത്തിരുന്ന് വെറുതെ കൊട്ടിക്കളിക്കാനുള്ള ഒരു പ്രവർത്തകനെ അല്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു MP അല്ല നമുക്ക് ആവശ്യമെന്നുള്ളത് ഈ സ്ത്രീജനങ്ങൾ അവരുടെ വാക്കുകളിലൂടെ തെളിയിക്കുകയാണ്. എന്തായാലും തിരുവനന്തപുരം കറക്റ്റായ ഒരു കൃത്യമായ ഒരു തീരുമാനം തന്നെ എടുക്കുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. കാത്തിരുന്ന് കാണാം.